empty eructations from morning to night as if every particle of food was turned into air. അതായത് നമ്മൾ ഇറക്ടേഷൻസ് ഉണ്ട് രാവിലെ തൊട്ട് രാത്രി വരെയാണ് ഉണ്ടാവുന്നത്. അത് എയർ ആയിട്ട് മാറും. മെയിനായിട്ട് 2 മെഡിസിൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഗസ് ചെയ്യാവോ? അയഡത്തിന്റെ ബ്രാക്കറ്റിൽ കാലിക്കാർ. അതെ, ഓക്കെ. ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാലി ബൈക്കാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുള്ളത് കൊണ്ടാണ്. അയഡോം കാലിക്കാർബും. ഓക്കെ, അതായത് empty eructation from morning to night as if every particle of food was turned into air. അയഡോം കാലിക്കാർബ് ആണ് കേട്ടോ. ചില സമയം കാലിക്കാർബ് തരാണ്ട് കാലിബയോ അല്ലെങ്കിൽ കാലിയുടെ ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. കാലിക്കാർബ് ആണ്, അയഡോ ആണ്. നെക്സ്റ്റ്, എട്രോപ്പി ഓഫ് ടെസ്റ്റിക്കിൾസ് ഇൻ ബോയ്സ്, ഹൈഡ്രോസി. ഏതാണ് മെഡിസിൻ? പറഞ്ഞോളൂ, ഞാൻ കേട്ടില്ല. വേറെന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, ഓറമെറ്റ് ആണ് കേട്ടോ ആൻസർ. എട്രോപ്പി ഓഫ് ടെസ്റ്റിക്കിൾ, ഇത് ബോറിക്കിലാണ് എനിക്ക് തോന്നുന്നത്. എട്രോപ്പി ഓഫ് ടെസ്റ്റ് ഞാൻ മിക്സഡ് ആയിട്ടാണ് MCQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നാഷ്, ബോറിക്, കെന്റ് എല്ലാം കമ്പൈൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് കമ്പാരിസൺ കുറച്ച് കുറഞ്ഞു. ഓൾറെഡി 60 സ്ലൈഡ് ആയതുകൊണ്ട് കമ്പാരിസൺ ഉണ്ട്, എന്നാലും കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാന്ന് എനിക്ക് തോന്നിയത് മൊത്തം. എട്രോപ്പി ഓഫ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ പറഞ്ഞായിരുന്നു നാഷും കെന്റും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ആദ്യം ഞാൻ കരുതിയത് കീനോട്ടും ബോറിക്കും ഫുൾ തറോ ആയിട്ട് ബാക്കിയിലേക്ക് പോവാന്നായിരുന്നു. സജഷൻ വന്നത് കൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എട്രോപ്പി ഓഫ് ടെസ്റ്റിക്കിൾസ് ഇൻ ബോയ്സ്, ഹൈഡ്രോസിലും പറയുകയാണെങ്കിൽ ഓറമെറ്റ് ആണ് കേട്ടോ. ഓറമെറ്റിൽ അങ്ങനെ തന്നെ കീനോട്ടിൽ കുറച്ച് സിംറ്റംസ് ഉണ്ടല്ലോ, അത് MCQ ആയിട്ട് വരും. അതിന്റെ കൂടെ തന്നെ ഇതും കൂടി പഠിച്ചാൽ മതി. പറയുന്നുണ്ടല്ലോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിമിലർ മീനിങ് തന്നെയാണ് എട്രോപ്പി ഓഫ് ടെസ്റ്റിക്കിൾസ് ഇൻ ബോയ്സ് എന്ന് പറഞ്ഞത്. ട്രെയിനിങ് ഓഫ് ബോയ്സ്, ലോ സ്പിരിറ്റഡ്, ലൈഫ്ലെസ് ആണ്, മെമ്മറി വീക്ക് ആണ്, ലാക്കിംഗ് ഇൻ ബോയ്സ് ഈഗോ, ടെസ്റ്റിസ് അൺഡെവലപ്ഡ്, മിയർ പെൻഡന്റ് സ്ട്രെഡ്സ്. ഇതിന്റെ സിമിലർ മീനിങ് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഏതാണ് മെഡിസിൻ? വേറെ മെഡിസിൻസ് ഒന്നും ഇല്ലല്ലോ? ഓറമെറ്റ് മാത്രമല്ലേ ഉള്ളോ? കീനോട്ടിൽ ഓറമെറ്റ് മാത്രമേ ഉള്ളൂ, ബോറിക്കിൽ എനിക്ക് അറിയില്ല ഡോക്ടർ. ഇല്ല, ഓറമെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സെന്റൻസ് വരുന്നത് കീനോട്ടിലെ സെന്റൻസ് ആണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് മെഡിസിൻ അതിലെ ആൻസർ തന്നെയാണ് വരിക. ഒരിക്കലും ബോറിക്കായിട്ട് കമ്പയർ ആയിട്ട് വരില്ല കേട്ടോ. സെന്റൻസ് നിങ്ങൾ നോക്കി വെച്ചാൽ. അടുത്തത്, ഹെഡ് ഏക്ക് ഓഫ് പീപ്പിൾ വിത്ത് ഡാർക്ക് ഒലീവ് ബ്രൗൺ കോംപ്ലക്ഷൻ, സാഡ്, ഗ്ലൂമി, taciturn, disposed to constipation from least mental exertion. ഓപ്ഷൻസ് ഉണ്ട്. ഓറമെറ്റ് ആണോ, അർജന്റമെറ്റ് ആണോ, വനേഡിമെറ്റ് ആണോ, ഓറൻട്രിഫ് ആണോ? ഓറമെറ്റ് തന്നെയാണ് കേട്ടോ. ഹെഡ് ഏക്ക്, ഡാർക്ക് ഒലീവ് ബ്രൗൺ കോംപ്ലക്ഷൻ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഉണ്ടല്ലോ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഡാർക്ക് ഒലീവ് ബ്രൗൺ കോംപ്ലക്ഷൻ ഡിസ്പോസ് ടു കോൺസ്റ്റിപ്പേഷൻ ഫ്രം ലീസ്റ്റ് മെന്റൽ എക്സേഷൻ. ഇത് വരുന്നത് ഓറമെറ്റിലാണ്. ഓക്കെ, ഹെഡ് ഏക്ക് എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? ഡാർക്ക് ഒലീവ് ബ്രൗൺ കോംപ്ലക്ഷൻ, സാഡ്, ഗ്ലൂമി, ടാസിറ്റോൺ, ഡിസ്പോസ് ടു കോൺസ്റ്റിപ്പേഷൻ ഫ്രം ലീസ്റ്റ് മെന്റൽ എക്സേഷൻ. ഒരു 10, 20, 25 ഡ്രഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്സഡ് അപ്പ് ആയിട്ട് എന്താ പറയുക MCQ ഇട്ടിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒരു റിവിഷൻ വെക്കും കേട്ടോ. ജസ്റ്റ് പറഞ്ഞാണ് ക്ലാസിന്റെ കൂടെ തന്നെ. കോൺസ്റ്റന്റ്ലി ഡ്വെല്ലിംഗ് ഓൺ സൂയിസൈഡ്, ഏതാണ് മെഡിസിൻ? ഓറമെറ്റും പിന്നെ നാജി ഉണ്ട്. ഓക്കെ, നെക്സോമിക് എന്താണ്? നെക്സോമിക് ഉണ്ട്, പക്ഷെ അഫ്രൈഡ് ടു ഡൈ. അതാണ് അതിന്റെ ഇത്. അതായത് ഓറമെറ്റും നാജിയും വരുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും സൂയിസൈഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നെക്സോമിക്കയുടെ പ്രത്യേകത പേടിയാന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിപ്പോ വേറെ കെന്റും അങ്ങനത്തെ വായിക്കുകയാണെങ്കിൽ ഓറമെറ്റിനും ആ പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ആസ് പെർ കീനോട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓറമെറ്റും നാജിയാണ്.
സോമിക്ക ബ്രാക്കറ്റിൽ എഫ്രൈഡ് ടു ഡൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കീനോട്ട് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതേ സെന്റൻസ് വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ മാത്രം കൊടുക്കുക. അതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ്. Uneasy, hurried, great desire for mental and physical activity, cannot do things fast enough. ഭയങ്കര ഹറീഡ് ആണ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര താല്പര്യമാണ്. ഏതാണ്? ഓറമെറ്റും അർജന്റനൈട്രിക്കും. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, ഓറമെറ്റും അർജന്റനൈട്രിക്. അർജന്റനൈട്രിക് അറിയാലോ, അവർക്കും ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവർ, ബട്ട് അവർ ഹറീഡ് ആയിരിക്കും എപ്പോഴും. ഗ്രേറ്റ് ഡിസൈർ ഫോർ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അടുത്തത് profound melancholy, feels hateful and quarrelsome, decide to commit suicide. Life is a constant burden. After abuse of mercury, with nearly all complaints, എല്ലാ കംപ്ലൈന്റ് കൂടിയും എന്തുണ്ട്? മെലങ്കളി ആണ്, ക്വാർലെസ് ഉണ്ട്, ഹേറ്റ്ഫുൾ ആണ്, കമ്മിറ്റ് സൂയിസൈഡ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, ലൈഫ് ഒരു ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും, അബ്യൂസ് ഓഫ് മെർക്കുറി, ഇത്രയും വേർഡിങ്സ് വരുന്നത് ഏതാണ് മെഡിസിൻ? നിങ്ങളിത് കീനോട്ടം തുറന്നു വെക്കേണ്ട, മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് പറയണം കേട്ടോ. ഹെമിയോപ്പിയ സീസ് ഓൺലി ലോവർ ഹാഫ് ആണെങ്കിൽ ഏതാണ് മെഡിസിൻ? ലിത്തിയം. ലോവർ ഹാഫ് കാണുന്നത് ഏതാണ്? ലിത്തിയം. ഓറമെറ്റ് ആണ് കേട്ടോ. ലോവർ കാണുന്നത്, താഴെ കാണുന്നത് ഓറമെറ്റ് ആണ്. ഓക്കെ, എന്താ ക്ലൂ തരിക? ഓറമെറ്റ് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവരാണല്ലോ, അവര് വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഹെമിയോപ്പിയ സീസ് ഓൺലി ലോവർ ഹാഫ്, താഴെയുള്ള മാത്രമേ അവർ കാണാൻ പറ്റത്തുള്ളൂ. ഓറമെറ്റ് ലെഫ്റ്റ് ഹാഫ് ആണെങ്കിൽ ഹെമിയോപ്പിയ, ലെഫ്റ്റ് ഹാഫ് ആണെങ്കിൽ ലിഥിയം കാർബൺ ലൈക്കോപോഡിയാണ് ലെഫ്റ്റ് ഹാഫ്. ലെഫ്റ്റ് ഹാഫ് വരുന്നത് ലിഥിയം കാർബൺ ലൈക്കോ LL തന്നെയാണ്. ഹെമിയോപ്പിയ ലോവർ ഹാഫ് മാത്രമാണെങ്കിൽ ഓറമെറ്റ്. ഓക്കെ, ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ ഹാർട്ട്, രണ്ട് മെഡിസിൻസ് ഉണ്ട്. ഓറമെറ്റ് ഉണ്ട്, വേറെ എന്തെങ്കിലും ആൻസർ? ബുക്ക് നോക്കരുതേ, നോക്കാണ്ട് പറയണേ. ഓറമെറ്റ് ഉണ്ട്, ഓറമെറ്റിന്റെ ബ്രാക്കറ്റിൽ ഫോസ്ഫറസ് ഉണ്ട് കേട്ടോ. ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ ഹാർട്ട്, ഓറമെറ്റ്, ഫോസ്ഫറസ്. ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ ഹാർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, ഓറമെറ്റും ഫോസ്ഫറസും. നെക്സ്റ്റ്, ഇച്ചിങ് ലോ ഡൗൺ ഇൻ ലങ്സ് ബിഹൈൻഡ് ദ സ്റ്റേർണം കോസിങ് കഫ്, ഏതാണ്? ഇച്ചിങ് ഉണ്ട്, എവിടെയാണ്? ലങ്സിന്റെ പിറകില് എന്താ പറയാ, ഒരു ചൊറിച്ചിലുള്ള പോലെ തോന്നിട്ട് ബിഹൈൻഡ് ദ സ്റ്റേർണം ചുമയുണ്ടാക്കും നമുക്ക്. വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? ആൻസർ പറഞ്ഞ കറക്റ്റ് ആണ്, അയഡൻ തന്നെയാണ്. ഓക്കെ, പിന്നെ അയഡത്തിന് തന്നെ അവിടെ എന്താ വെച്ചാല് അത് ബ്രോങ്കിയാണ്. നമ്മൾ ഇതിപ്പോ പറഞ്ഞല്ലോ, എവിടെയാണ്? ലോ ഡൗൺ ദ ലങ്സും ബിഹൈൻഡ് ദ സ്റ്റേർണം, അവിടെ നിന്ന് ചുമ അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നേസൽ കാവിറ്റിയിലേക്ക് പോകുന്നതിന് കുറച്ച് എന്താ പറയാ, ഐ മീൻ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട് അയഡത്തിന്റെ കൂടെ തന്നെ. അതായത് അതിന്റെ വേർഡ് ഇങ്ങനെയാ പറയുന്നത്, എക്സ്റ്റെൻഡ് ത്രൂ ബ്രോങ്കെ ടു നേസൽ കാവിറ്റി, ബ്രോങ്കെ തൊട്ടിട്ട് നേസൽ കാവിറ്റി വരെ. അതിൽ കോക്കസ് കാക്ട പറയുന്നുണ്ട്, കോണിയം പറയുന്നുണ്ട്, ഫോസ്ഫറസ് പറയുന്നുണ്ട് അയഡത്തിന്റെ കൂടെ. ഓക്കെ, സ്റ്റേണത്തിന്റെ പിറകിൽ ഇച്ചിങ്ങും, അതേപോലെ തന്നെ അത് കഫ് ഇപ്പം അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ, ഇച്ചിങ് എക്സ്റ്റെൻഡ് ത്രൂ ബ്രോങ്കെ ടു നേസൽ കാവിറ്റി, കോക്കസ് കാക്ട വരുന്നുണ്ട്, അയഡം വരുന്നുണ്ട്, കോണിയം വരുന്നുണ്ട്, ഫോസ്ഫറസും വരുന്നുണ്ട്. ആ ഒരു കമ്പാരിസൺ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഫോക്കസ് കാക്ട്, കോണിയം, ഫോസ്ഫറസ്. ഫോക്കസ് കാക്ട് ഒക്കെ വരുമ്പോൾ ഒരുപാട് കഫിന്റെ കമ്പാരിസൺസ് ആ സമയത്ത് പറയാം കേട്ടോ.
ഓറം ഫോളോസ് ആൻഡ് ഈസ് ഫോളോഡ് വെൽ ബൈ ഡാഷ് മെഡിസിൻ. ഏതാണ്? ഓറം ഫോളോസ് ചെയ്യും ആൻഡ് ഫോളോഡ് വെൽ ബൈ ഡാഷ് മെഡിസിൻ. സിഫിലിനം. സിഫിലിൻ ആണ്. Pain or worse after eating or drinking compel the patient to bend double. കോളോസിൻസിസ്. രണ്ട് മെഡിസിൻസ് ഉണ്ട്. പറഞ്ഞോളൂ. കോളോസിൻസിസ് മാക്ഫോസും. യെസ്, കോളസിൻതും മാക്ഫോസും. യൂറിനസ് ഓർഡർ ഓഫ് പെർസ്പിരേഷൻ. പെർസ്പിരേഷന് യൂറിനസ് ഓർഡർ ഉള്ളത് ഏത് മെഡിസിൻ ആണ്? ബി എന്ന് എഴുതിയിരിക്കുന്നത് ബോറിക്ലിയ എന്നാണ് കേട്ടോ. നൈട്രിക് ആസിഡ്, സർസപ്പറില്ല, ബെർബറിസ്. നൈട്രിക് ആസിഡ്, പെട്രോളിയം, ബെർബറിസ്. ഓക്കെ, പെട്രോളിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. യൂറിനസ് ഓർഡർ ഓഫ് പെർസ്പിരേഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. പെട്രോളിയം, ബെർബറിസ്, നൈട്രിക് ആസിഡ്. ഓക്കെ, പെട്രോളിയം, ബെർബറിസ്, നൈട്രിക് ആസിഡ്. യൂറിനസ് ഓർഡർ perspiration, urinous order. Heat and burning of the സോളിലും അതായത് സോൾ ഓഫ് ദ ഫീറ്റിലും പാം ഓഫ് ദ ഹാൻഡിലും ഹീറ്റ് ആൻഡ് ബേണിംഗ് ഉണ്ട്. മൂന്ന് മെഡിസിൻ. പെട്രോളിയം, സൾഫർ. മെഡിസിൻ. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ ഡോക്ടേഴ്സ്? സാങ്ക്വിനേറിയ. ഓക്കെ, പെട്രോളിയം, സൾഫർ നമ്മൾ ഓർക്കും. നമുക്ക് സൾഫർ എന്തായാലും ഓർക്കും, നമുക്കറിയാലോ ബേണിംഗ് സോൾ ഓഫ് ഫീറ്റ് ഒക്കെ കോമൺ ആയിട്ടുള്ള സൾഫറിൽ. പെട്രോളിയം സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഓർക്കും. ബട്ട് സാങ്ക്വിനേറിയം കൂടി കൊടുത്തിട്ടുണ്ട് പെട്രോളിയത്തിന്റെ പെട്രോളിയം മെഡിസിൻ ബ്രാക്കറ്റിൽ. ഹീറ്റ് ആൻഡ് ബേണിംഗ് ഓഫ് സോൾ ഓഫ് ദ ഫീറ്റ് ആൻഡ് പാം ഓഫ് ദ ഹാൻഡ്. സാങ്ക്വിനേറിയ, സൾഫർ ആൻഡ് പെട്രോളിയം. ഓക്കെ, സാങ്ക്വിനേറിയ, സൾഫർ, പെട്രോളിയം. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് അത് തലയിൽ കേൾക്കുമ്പോൾ കുറച്ച് ഉറക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഹീറ്റ് ആൻഡ് ബേണിംഗ് ഓഫ് സോൾ ഓഫ് ഫീറ്റ് ആൻഡ് പാം ഓഫ് ഹാൻഡ്. സാങ്ക്വിനേറിയ, സൾഫർ ആൻഡ് പെട്രോളിയം. ചില ഡോക്ടേഴ്സിന് വായിക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും ഡ്രഗ്സ്. റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ സാനിക്കുലസ്, പെട്രോളിയം. സാനിക്കുല. ഓക്കെ, വായിച്ച ഡോക്ടേഴ്സ് ആൻസേഴ്സ് പറയുന്നുണ്ട്. എലിമെന്റ്സ് ഫ്രം റൈഡിങ് ഇൻ കാരേജ്, റെയിൽ റോഡ്, കാർ ഓർ ഇൻ എ ഷിപ്പ്. ഓക്കെ, പെട്രോളിയന്റെ പെട്രോളത്തിലാട്ടോ കൊടുത്തിട്ടുള്ളത്. കോക്കുലസും സാനിക്കുലയും. അത് ഞാൻ ആക്ച്വലി MCQ ആക്കിയതാണ്. എല്ലാ മെഡിസിൻസും വരും. പെട്രോളിയത്തിനുണ്ട്, സാനിക്കിലൊക്കെ ഉണ്ട്. സാനിക്കിലി ആയിരിക്കും മേ ബി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സാനിക്കിലി ഇതിന് കൂടെ ഓർത്ത് വെക്കുക. കോക്കുലസും പെട്രോളിയം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എലിമെന്റ് ഫ്രം റൈഡിങ് ഇൻ എ കാരേജ്, റെയിൽ റോഡ്, കാർ ഓർ ഇൻ ഷിപ്പ്, പെട്രോളിയം, കോക്കുലസ്, സാനിക്കുല. ഓക്കെ, വെർട്ടേഗോ ആണ്. വെർട്ടേഗോ വൺ ക്വിക്ലി ടേണിംഗ് ദ ഹെഡ് എസ്പെഷ്യലി ടു ദ ലെഫ്റ്റ് ആസ് ഇഫ് ഹി വുഡ് ഫോൾ. കോളോസിൻസിസ്. കൊളസിന്താണ് കേട്ടോ. ഞാനിവിടെ ആൻസർ ഇട്ടുപോയി. അതാണ് അത് ലെഫ്റ്റിലേക്ക് പറയുന്നത്. വെർട്ടേഗോ പറയുന്നത് കൊളസിന്ത് മാത്രമല്ല. ചില സമയം നമുക്ക് ഈ MCQ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. ഓക്കെ, വെർട്ടേഗോ ക്വിക്ലി ടേൺ ദ ഹെഡ് എസ്പെഷ്യലി ദ ലെഫ്റ്റ് ആസ് ഇഫ് ഹി വുഡ് ഫോൾ ആൻഡ് വെർട്ടേഗോ ഫ്രം സ്റ്റിമുലൻസ്. ഈ രണ്ട് പോയിന്റ്സും വരുന്നത് കൊളസിന്തിലാണ്. സ്വെറ്റ് ആൻഡ് മോയ്സ്ചർ ഓഫ് എക്സ്റ്റേണൽ ജെനൈറ്റൽസ് ഇൻ ബോത്ത് സെക്സസ്. പെട്രോളിയം. ഉറപ്പാണ്? പെട്രോളിയത്തിൽ അങ്ങനെ സിംറ്റം ഉണ്ട്. കൺഫ്യൂഷൻ ആവാൻ ചോദിക്കുന്നതാണ് കേട്ടോ. പെട്രോളത്തിലാണ് ഉള്ളത്. സ്വെറ്റ് ആൻഡ് മോയ്സ്ചർ എക്സ്റ്റേണൽ ജെനൈറ്റൽസ് ഓഫ് ബോത്ത് സെക്സസ് എന്ന് പറയുന്നത്. ഹെഡേക്ക് ഇൻ ഓസിപിറ്റ് വിച്ച് ഈസ് ഹെവി ആസ് എ ലെഡ്. കുറെ പോയിന്റ്സ് ഉണ്ട് ഇതില്. അതെ, പെട്രോളിയാണ്. ലെഡ് പോലെ തോന്നും. പിന്നെ പൾസേറ്റിംഗ് പെയിൻ ഉണ്ട്. പിന്നെ എന്താ വെച്ചാല് എവറിഥിങ് ഇൻ ഹെഡ് വെയർ അലൈവ്. എവറിഥിങ് ഇൻ ഹെഡ് വെയർ അലൈവ് ആൻഡ് ആസ് ഇഫ് മെയ്ഡ് ഓഫ് വുഡ്. തൂജ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നേക്കാം ഒരു ക്വസ്റ്റ്യനില്. തൂജയില്ല, പെട്രോളിയം മാത്രമേ ഉള്ളൂ ആൻസർ. ഹെഡേക്ക് ആണ്. അതില് ആസ് ഇഫ് എവറിഥിങ് ഇൻ ഹെഡ് വെയർ അലൈവും മേഡപ്പ് ഓഫ് വുഡും, ഈ രണ്ട് വേർഡ്സും പെട്രോളിയത്തിലുണ്ട് കേട്ടോ. ഇന്റൻസ് പെയിൻ അലോങ് ദ റൈറ്റ് സയാറ്റിക് നെർവ്. ഡാർട്ടിംഗ് പെയിൻ, ഡാർട്ടിംഗ് കട്ടിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും. യെസ്, റൈറ്റ് ഹിപ്പ് ഡൗൺ ടു ദ ഫുട്ട്, aggravation lying down, aggravation motion, aggravation stepping and amelioration sitting.
ഓക്കെ, നെഫാലിയാണ് ആൻസർ. റൈറ്റ് സൈഡിലേക്കാണ് പ്രത്യേകത. ഫ്രം റൈറ്റ് ഹിപ്പ് ജോയിന്റ് ഡൗൺ ടു ദ ഫുട്ടിലേക്ക് പോകും. എഗ്രവേഷൻ ലൈൻ ഡൗൺ, എഗ്രവേഷൻ മോഷൻ, എഗ്രവേഷൻ സ്റ്റെപ്പിംഗ്, എമിലറേഷൻ ബൈ സിറ്റിംഗ്. ഇത്രയാണ് നെഫാലിക്കിൽ വരുന്നത്. കോളോസിന്റെ റിലേഷൻഷിപ്പിൽ പിറകു കൊടുത്തിട്ടുണ്ട്. ഞാൻ MCQ ആക്കിയതാണിത്. ഡ്യൂറിങ് ദ ഡയറി ആണ് എൻ്റെ ഒരു ഓർമ്മ. ഡയറിയ ഡ്യൂറിങ് ദ ഡേ ടൈം എന്നാണ് തോന്നുന്നു. എമിലറേഷൻ അറ്റ് നൈറ്റ് വൈൽ പേഷ്യന്റ് ഈസ് ക്വൈറ്റ് ആൻഡ് റെസ്റ്റ്. പെട്രോളിയാണ് കേട്ടോ. അത് വെജിറ്റബിൾ അനലോഗ്. ആൻസർ വന്നു. വെജിറ്റബിൾ അനലോഗ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ കാരണം മെർക്യൂറീസിൽ എന്താ ബ്രാക്കറ്റിൽ മെസീരിയം വെജിറ്റബിൾ അനലോഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഫുൾ ഞാൻ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾ അനലോഗ്, കെമിക്കൽ അനലോഗും വെജിറ്റബിൾ അനലോഗും. ഫോസ്ഫറസിന്റെ വെജിറ്റബിൾ അനലോഗ് ഏതാണ്? അതൊക്കെ സ്ലൈഡിൽ ഓൾറെഡി വന്നായിരുന്നു, അല്ലെങ്കിൽ അറിയണ്ടാവും നിങ്ങൾക്ക്. സൾഫറിൻ്റെത് പറഞ്ഞോളൂ. ആൻസർ തെറ്റാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തെറ്റുള്ള ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല്. എല്ലോ ആണ് കേട്ടോ. എല്ലോ ആരൊക്കെ ആൻസർ പറഞ്ഞായിരുന്നു, ബട്ട് ക്ലിയർ ഉണ്ടായില്ല. അടുത്തത് കൽക്കേരിയുടെ അതെ, ബെൽഡോണയാണ് കൽക്കേരിയുടേത്. നെക്സ്റ്റ് അലുമിന. ബ്രയോണിയാണ്. അലുമിനിന്റെ വെജിറ്റബിൾ അനലോഗ് എന്ന് പറയുന്നത് ബ്രയോണിയാണ്. നെക്സ്റ്റ് മാക്ഫോസും മാക്കാർബനും ഒരെണ്ണാണ് പറയുന്നത്. മാക്ഫോസും മാക്കാർബും ടൈപ്പ് വരുന്നുണ്ട്. ഫെറമെറ്റിന്റേത് യെസ്, സിങ്കോണ അല്ലെ ചൈന. ഫെറമെറ്റിന്റേത് വെജിറ്റബിൾ അനലോഗ് ചൈന ഓർ സിങ്കോണ. ഇത് പെട്ടെന്ന് ഓർമ്മയില്ലാതെ ഡോക്ടേഴ്സ് ഇന്നൊന്ന് എഴുതി വെക്കോ, ചെയ്തിട്ട് അതൊന്ന് വായിക്കാട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഡ്രഗ്സിലെ കമ്പാരിസൺ വരുമ്പോൾ വീണ്ടും ഞാൻ ഇത് ഡിസ്കസ് ചെയ്യും. കാലിസൾഫ്, ഡൽക്കമറ, നാട്രോമ്യൂർ, നാട്രോമ്യൂർ ഇഗ്നേഷ്യ, കുപ്രമെറ്റ്, കുപ്രമെറ്റ് ഇപ്പിക്കാക് ആണ്. ദെൻ മെർക്യൂറിയസ്, മെസീരിയം, പ്ലംബമെറ്റ്, പ്ലംബമെറ്റ് പോഡോഫൈലം. പ്ലാറ്റിന, അപ്പൊ ഞാൻ ജസ്റ്റ് സ്പീഡിൽ വായിച്ചു വിടാം. ഫോസ്ഫറസിൻ്റെത് എലിയൻസെപ്പ, സൾഫർ അലോ, കൽക്കേരിയ ബെൽ, അലുമിന ബ്രൈ, മാക്ഫോസ് ആൻഡ് മാക്കർബ് കെമമില, ഫെറമെറ്റ് ചൈനോർ സിങ്കോണ, കാലിസൾഫ് ഡെൽക്കാമറ, നാട്രോമ്യൂർ ഇഗ്നേഷ്യ, കുപ്രമെറ്റ് ഇപ്പിക്കാക്, മെർക്യൂറിയസ് മെസീരിയം, പ്ലംബമെറ്റ് പോഡോഫൈലം, പ്ലാറ്റിന വലേരിയാന. ഓക്കെ, ഊസിങ്. ഓക്കെ, മെഡിസിനെ പറ്റി പറയുന്നതാണ്. അതായത് ഡിസ്ചാർജ് ഊസിങ് ആണ് ഈ മെഡിസിനിൽ. തിൻ ആൻഡ് വാട്ടറി ആയിരിക്കും. ഏതാണ് മെഡിസിൻ? ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല ഇതിന്, ഒരു കമ്പാരിസൺ കൂടി ഉണ്ട്. മെയിൻ ആയിട്ടുള്ള നമ്മള് സ്കിൻ റെമഡീസ്, ഗ്രാഫൈറ്റിസ്. അതിന്റെ വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? പെട്രോളിയം ആണ്. തെന്ന് ഗ്രാഫൈറ്റിസ് വരുന്നുണ്ട് കമ്പാരിസണിൽ, ഞാൻ പറയാം. ഓക്കെ, അതായത് ഈ മെഡിസിൻ ഗ്ലൂയി, ഹണി ലൈക്ക് സ്റ്റിക്കി ആൻഡ് വിസ്കിറ്റ്. ഏതാണ് മെഡിസിൻ? ഇത് രണ്ടും ഒരു സെന്റൻസ് ആണ് കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത്.
The discharge is oozing in dash medicine and in thin and watery പെട്രോളിയാണ് പെട്രോളിയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണില് ഹണി ലൈക്ക് സ്റ്റിക്കി വിസ്കിഡ് ആയിട്ടുള്ള ഡിസ്ചാർജസ് ആയിരിക്കും. ഏതാണ് മെഡിസിൻ? ഗ്രാഫൈറ്റിസ്. യെസ്, ഗ്രാഫൈറ്റിസ് ആണ് കേട്ടോ. ഓക്കെ, പെട്രോളിയത്തിന്റെ കമ്പാരിസൺ ആണ്. തിൻ ആൻഡ് വാട്ടറി പെട്രോളിയം, ഗ്ലൂ ഹണി ലൈക്ക് സ്റ്റിക്കി വിസ്കിഡ് ആണെങ്കിൽ ഗ്രാഫൈറ്റിസ്. അടുത്തത് ഗാസ്ട്രാൾജി ആണ്. ഗാസ്ട്രാൾജി എപ്പോഴൊക്കെ? പ്രഗ്നൻസിന്റെ സമയത്ത് വിത്ത് പ്രസ്സിംഗ് ഡ്രോയിങ് പെയിൻ whenever stomach is empty. പെട്രോളിയം. പെട്രോളിയാണ് ഗാസ്ട്രാൾജി ഓഫ് പ്രഗ്നൻസി വിത്ത് പ്രസ്സിംഗ് ഡ്രോയിങ് പെയിൻ whenever stomach is empty. റിലീവ്ഡ് ബൈ കോൺസ്റ്റന്റ് ഈറ്റിംഗ് ആണെങ്കിൽ 4 മെഡിസിൻസ് ഉണ്ട്. അനാക്കാർഡിൻ പെട്രോളിയം ഉണ്ട്, പെട്രോളിയത്തിൽ അടുത്തത് കൊടുത്തിട്ടുള്ളത്. അനാക്കാർഡിൻ ഞാൻ കേട്ടു, ആരോ പറഞ്ഞു തോന്നുന്നില്ലേ? എലിസബയും പറഞ്ഞായിരുന്നു, ആരും കേട്ടായിരുന്നു. റിലീവ്ഡ് ബൈ കോൺസ്റ്റന്റ് ഈറ്റിംഗ് ആണെങ്കിൽ 4 മെഡിസിൻസ് ആണുള്ളത്. പെട്രോളിയം, ചിൽഡോണിയം, അനാക്കാർഡിയം, എലിയൻസെപ്പ. ഓക്കെ, ഗാസ്ട്രാൾജി പ്രഗ്നൻസിന്റെ സമയത്ത് സ്റ്റൊമക്ക് ഈസ് എംപ്റ്റി ആണെങ്കിൽ പെട്രോളിയം വരും. റിലീവ്ഡ് ബൈ കോൺസ്റ്റന്റ് ഈറ്റിംഗ് ആണെങ്കിൽ പെട്രോളിയം ഉണ്ട്, ചിൽഡോണിയുടെ, അനാക്കാർഡിയുടെ, എലിസബയുണ്ട്. Ma'am, painful as if it would ulcerate at every menstrual period. All. Yes, എല്ലാ ഈ 3 മെഡിസിൻസിലും ഉണ്ട്. അതായത് അൾസറേറ്റ് ചെയ്യുമ്പോൾ they would ulcerate. ഓക്കെ, മാമറി ഗ്ലാൻഡ്, കോണിയത്തിനുണ്ട്, അയഡത്തിനുണ്ട്, ലാക്കനൈനുണ്ട്. ഓക്കെ, കോണിയം, അയഡം, ലാക്കനൈൻ. നമ്മൾ ഇന്ന് പഠിക്കണ ഏത് മെഡിസിനിൽ അത് കൊടുക്കുന്നറിയാവോ? ഓക്കെ, ഞാനത് എഴുതിയില്ല, ബാക്കി കമ്പാരിസൺ ആണ് ചോദിച്ചത്. മെർക്യൂറീസിലാട്ടോ കൊടുത്തിട്ടുള്ളത്. മെഡിസിൻ ഡാഷസ് അഗ്രിവേഷൻ ബൈ ഹീറ്റ് ആൻഡ് എമിലറേഷൻ ബൈ റെസ്റ്റ് ഇൻ ബെഡ്. ഈ മെഡിസിനിൽ ഹീറ്റ് കൊണ്ട് അഗ്രിവേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻസേഴ്സ് പറഞ്ഞോളൂ ഡോക്ടറെ. കൊളസിന്റെ ഒന്ന് വേറെ, എമിലറേഷൻ ബൈ റെസ്റ്റ്. ഓ, any other answer? മെർക്കുറി ആണ് കേട്ടോ. മെർക്യൂറീസിലാണ് ഉള്ളത് അഗ്രിവേഷൻ ബൈ ഹീറ്റും ആർസനിക് ആൽബം. യെസ്, അതിന്റെ നേരെ ഉൾട്ട ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് വരുന്നത് ആർസനിക്കിലാണ്. എമിലറേഷൻ ബൈ ഹീറ്റ് ബട്ട് അഗ്രിവേഷൻ ബൈ റെസ്റ്റ്. ഓക്കെ, മെർക്യൂറീസിലെ എമിലറേഷൻ റെസ്റ്റ് ആണ്, ഇതിൽ എഗ്രിവേഷൻ റെസ്റ്റ് ആണ് ആർസാൽബ്. ആർസാൽബിന്റെ റെസ്റ്റ്ലെസ്നെസ് ആലോചിച്ചാൽ മതി, എഗ്രിവേഷൻ റെസ്റ്റ് വരുന്നത്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മെർക്ക്. അപ്പൊ ഹീറ്റും നേരെ ഉൾട്ടയായിട്ട് വരും. ഓക്കെ, ആ കെമിക്കൽ അനലോഗിന്റെയാണ്. ഡയറിയ, യെല്ലോ, വാട്ടറി, ഗഷിംഗ് ആഫ്റ്റർ കാബേജ്. പെട്രോളിയം. Pregnancy, stormy weather, always in daytime. Okay, പെട്രോളിയാണ് ആൻസർ. അതായത് ക്യാബേജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, സോക്രോട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ പ്രഗ്നൻസിന്റെ സമയത്ത് സ്റ്റോമി വെതറിൽ ഡയറി ഉണ്ടായി കഴിഞ്ഞാൽ ഓൾവേസ് ഇൻ ഡേ ടൈം, ഡേ ടൈമിൽ മാത്രമേ ഡയറി ഉണ്ടാവത്തുള്ളൂ. അതും പെട്രോളിയം. ഞാൻ കെന്റിന്റെ നേരത്തെ ഒന്നും പറഞ്ഞില്ലേ, അതിന്റെ സിമിലർ സെന്റൻസ് ആണ് ഇത്. പെട്രോളിയം. കാരീസ് ഓഫ് നേസൽ ആൻഡ് nasal palatine and mastoid bone, ozina, otoria, excessively feet discharge ആണ്. pain worse at night, try to despair of mercurial and syphilitic. ഓറമെറ്റ്. യെസ്, ഓറമെറ്റ് ആണ് കേട്ടോ. അതായത് ഈ 3 തന്നിട്ട് ചോദിക്കുമായിരിക്കും ഏതൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പൊ എല്ലാ സെന്റൻസും നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. Caries of nasal palatine mastoid bone, ozina, otoria, excessively feated ആയിരിക്കും, അതായത് ചവിട്ടുന്ന വരുന്നുണ്ട്. വേഴ്സ് അറ്റ് നൈറ്റ് ആണ്. ട്രൈ ടു ഡെസ്പെയർ, മെർക്യൂറിയൽ, സിഫിലിറ്റിക് ഒറിജിൻ, ഓർണമെന്റ്. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് അബൌട്ട് ദ ഹാർട്ട്. 4 മെഡിസിൻസ് ഉണ്ട്. ഹാർട്ടിന്റെ റീജിയനിൽ ഭയങ്കര കോൾഡ്നെസ് തോന്നുക. പെട്രോളിയം. പെട്രോളിയം ഉണ്ട്. നാട്രമ്യൂർ,
നാട്രമ്യൂർ ഉണ്ട്, കാലിമ്യൂർ, മ്യൂറും കൂടി ഉണ്ട്. അത് കാലിമ്യൂർ. ടബാക്കം, ടബാക്കം കീനോട്ടിലില്ല കേട്ടോ. സെൻസേഷൻ, അത് ഈ സെന്റൻസിൽ സെൻസേഷൻ ഓഫ് കോൾഡ്നെസ്, പെട്രോൾ ഞാൻ എഴുതിയില്ല. കോൾഡ്നെസ് അബൌട്ട് ദ ഹാർട്ട്, കാർബോ ആനിമാലിസ്, കാലിമ്യൂർ, നാട്രമ്യൂർ. കാലിമ്യൂർ, നാട്രമ്യൂർ, കാർബോ ആനിമാലിസ്. ഓക്കെ. The skin symptoms are worse in winter, better in summer. പെട്രോളിയം, അലുമിനിയം. യെസ്, പെട്രോളിയം അലുമിനിയാണ് സ്കിൻ സിംറ്റംസ് വിന്ററിൽ കൂടും, ബെറ്റർ ഇൻ സമ്മർ. നമ്മൾ പൊതുവെ പേഷ്യൻസിന് കൊടുക്കുമല്ലോ ഇത്, പെട്രോളിയം ഒക്കെ വിന്റർ സീസണിൽ വരുന്ന ക്രാക്സും അങ്ങനെയൊക്കെ. പെട്രോളിയം അതിന് ആക്ഷൻ ഉണ്ട് കേട്ടോ. സിംറ്റംസ് ആർ വേഴ്സ് ഇൻ വിന്റർ ആൻഡ് ബെറ്റർ ഇൻ സമ്മർ, പെട്രോളിയം അലുമിന. This word make me remark here that the coldness in spot ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, quite a feature of this remedy. ഈ റെമഡിയുടെ ഒരു ഫീച്ചർ ആണ് സ്പോട്ടിൽ കോൾഡ്നെസ് ഉണ്ടാവും. കോൾഡ്നെസ് ഇൻ സ്പോട്ട്, കോൾഡ്നെസ് ഇൻ സ്റ്റൊമക്ക് ആൻഡ് കോൾഡ്നെസ് ഇൻ അബ്ഡമൻ. ഏതാണ് മെഡിസിൻ? ആംബ്രഗിസിൻ അല്ല, പെട്രോളിയം ആണ് കേട്ടോ. നമ്മൾ കോൾഡ്നെസ് ഓഫ് ഹാർട്ട് പറഞ്ഞില്ലേ പെട്രോളിയത്തില്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കെൻറ്റിൽ പറഞ്ഞ സിംറ്റംസ് ആണ്. എല്ലാവരുടെയും കോൾഡ്നെസ് ഉണ്ടാവും പെട്രോളിയത്തിന്. ഓക്കെ. അഗ്രിവേഷൻ ബെൻഡിങ് ഡബിൾ, ഡയസ്കോറിയ എല്ലാവർക്കും അറിയുന്ന aggravation bending double diascoria, feels that death is near, must hurry to settle the affair. പെട്രോളിയം. ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. feels that death is near and must hurry to settle the affair. പെട്രോളിയം ആണ്. ടിപ്പ് ഓഫ് ഫിംഗർ റഫ് ക്രാക്ഡ് ഫിഷസ് എവറി വിന്റർ, വിന്ററിലാണ് കേട്ടോ. സ്കാൽഡിംഗ് സെൻസേഷൻ ഇനി ക്രാക്കിംഗ് ഇൻ ജോയിന്റ്സ്. വിന്ററിൽ പ്രോബ്ലം, വിന്ററിൽ അഗ്രവേഷൻ ഉണ്ടാവും, സമ്മർ അഗ്രവേഷൻ ഉണ്ടാവും. വിന്ററിൽ കൂടുന്നതും സമ്മറിൽ കുറയുന്നതുമായിട്ടുള്ള വേറെ രണ്ട് മെഡിസിൻസ് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പെട്രോളിയം, അലുമിനിയം. Often indicated in transition season when air is cold but sun is still powerful enough to heat the blood. ഏതാണ് മെഡിസിൻ? അതായത് ട്രാൻസിഷൻ സീസൺ ആയിരിക്കും, എയർ കോൾഡ് ആണെങ്കിലും സണ്ണ് നല്ല പവർഫുൾ ടു ഹീറ്റ് ദ ബ്ലഡ്. അതാണ് അതിന്റെ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ടില്ല. പവർഫുൾ ഇനഫ് ടു ഹീറ്റ് ദ ബ്ലഡ്. മെർക്യൂറിയസ് ആണോ? വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? കൊളസ് എന്താണ് കേട്ടോ, കൊളസ് നമ്മൾ ചിന്തിക്കുകയില്ല, വായിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കൊളസ് നമ്മൾ മനസ്സിൽ വന്നെന്ന് വരില്ല. കൊളസ് ഇങ്ങനത്തെ ഒരു സിംറ്റം ഓഫൻ ഇൻഡിക്കേറ്റഡ് ഇൻ ട്രാൻസിഷൻ സീസൺ ആണ്. ട്രാൻസിഷൻ നമ്മൾ ബ്രയോണിയ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ചിന്തിക്കുക പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. ട്രാൻസിഷൻ സീസൺ വെൻ എയർ ഈസ് കോൾഡ് ബട്ട് സൺ ഈസ് സ്റ്റിൽ പവർഫുൾ ഇനഫ് ടു ഹീറ്റ് ദ ബ്ലഡ്. ബ്ലഡ് ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. കൊളോസ് എന്താണ് കേട്ടോ, മറക്കരുത്. കട്ടിംഗ്, ട്വിസ്റ്റിംഗ്, ഗ്രൈൻഡിങ്, കൺട്രാക്ടിങ് ആൻഡ് ബ്രൂയിഷ്ഡ് ആസ് ഇഫ് ക്ലാംപ്ഡ് വിത്ത് അയൺ ബാൻഡ്. ആലോചിച്ചോളൂ, അയൺ ബാൻഡ് ആണ്. ഏതാ മെഡിസിൻ? ഇതിൽ ഏതാ ഓപ്ഷനാ? മേ ബി 2 ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. പെട്രോളിയം. ഓക്കെ. കോളോസിന്ത്, വേറെ ഏതെങ്കിലും? അയൺ ബാൻഡ്. കൊളസിന്താണ് ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേറെ ഏതോ സ്ലൈഡിലായി പോയിട്ട് തോന്നുന്നു. മറ്റതിൽ പറഞ്ഞ ചെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ കാക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. കൊളസിന്തിന് അയൺ ബാൻഡ് എന്നുള്ള സിംറ്റം പെട്ടെന്ന് നമ്മൾ ആലോചിക്കില്ല, ബട്ട് അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ട്.
During sleep, അല്ലെങ്കിൽ during delirium, imagine that one leg is double, the another person lies alongside of him in same bed, that there are two babies in a bed. Oh, Petroleum. petroleum. പെട്രോളിയം മാത്രമല്ല, പെട്രോളിയന്റെ വലരേനുണ്ട്, ബാപ്റ്റീഷ്യ ഉണ്ട്. ബാപ്റ്റീഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെന്റൻസ് എങ്ങനെയാണ്? cannot go to sleep because she cannot get herself together. Tosses about head, body feels scattered about in the bed. Tosses get the pieces together. Thought she was three persons, could not keep them covered. എനിക്ക് ബാപ്റ്റീഷ്യൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് അതില് പേഷ്യന്റിനെ തന്നെയാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് പെട്രോളിയത്തിൽ എന്താണ്, വേറൊരു പേഴ്സൺ കിടക്കുന്ന പോലെയാണ് അനദർ പേഴ്സൺ എന്നുള്ള വേർഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടു ബേബീസ് ഇൻ എ ബെഡ്. ഞാൻ ഈ പോയിന്റ്സ് മാത്രം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് MCQ ആണല്ലോ വരിക. നമ്മൾ ക്ലിനിക്കലി ഇപ്പം ബൈ ഹാർട്ട് പഠിക്കില്ലല്ലോ വേണ്ടത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ലല്ലോ. ഇപ്പൊ ടു ബേബീസ് ഇൻ ബെഡ് എന്ന് പറയുമ്പോൾ പെട്രോളിയം ആലോചിച്ച് വെക്കുക. ഓക്കെ, പെട്രോളിയം ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബ്രാക്കറ്റിൽ വലരേനും ബാപ്റ്റീഷ്യയും കൊടുത്തിട്ടുണ്ട്. ബാപ്റ്റീഷ്യയില് സിംറ്റംസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. Dysenteric stool, renew each time by the least food or drink, jelly-like stool. ഏതാണ്? കോളോസിന്ത്. കൊളസിന്ത് ആണ്. അതായത് ജെല്ലി ലൈക്ക് സ്റ്റൂൾ എന്നുള്ളത് കൊളസിന്തിലുണ്ട്. ഓക്കെ, ഡിസെൻട്രിയുടെ ടൈമിന് ജെല്ലി ലൈക്ക് സ്റ്റൂൾ വരുന്നത്. ലുക്കോറിയ, acrid, corrosive, staining and corroding the linen. Most abundant at the time of menses ആണ്. Wedge-like pain from ovary to uterus and dwindling of mammary gland. ഇത്രയും സിംറ്റംസ് ഉള്ളത്. യെസ്, ഈ വെഡ്ജ് ലൈക്ക് പെയിൻ ബോറിക്കുലർ സിംറ്റം ആണ്. ഞാൻ രണ്ടും കമ്പൈൻ ചെയ്തതാണ്. വെഡ്ജ് ലൈക്ക് പെയിൻ ഫ്രം ഓവറി ടു യൂട്രസ്. ഓക്കെ, അയഡാണ്. ലുക്കോറിയ, acrid, corrosive, staining and corroding the linen. Most abundant at the time of menses. Wedge like pain from ovary to uterus. Dwindling of mammary gland. ഇത്രയും വരുന്നത് അയഡാണ്. അയഡൻ മെയിൻലി നമ്മളെ ഗ്ലാൻഡുലർ ടിഷ്യൂസിലും കാര്യങ്ങൾക്കാണ് ആക്ഷൻ. Constipation with ineffectual urging. Amelioration by drinking cold milk. Cold milk, iodine. Itching extend through bronchiate to nasal cavity. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. അയഡം. അയഡം അതിന്റെ ബ്രാക്കറ്റില് മെഡിസിൻസ് കോക്കസ് കാക്ടി, ഫോസ്ഫറസ്, വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു. കോണിയം, കോക്കസ് കാക്ടി, ഫോസ്ഫറസ്. ഓക്കെ, അതായത് ബ്രോങ്കേന്ന് നേസൽ കാവിറ്റി വരെ ഉണ്ടാവും. കോക്കസ് കാക്ടി, കോണിയം, ഫോസ്ഫറസ്, അയഡം. കോണിയം ആലോചിക്കുക, ഫോസ്ഫറസും കോക്കസ് കാക്ടി. അടുത്തത് where the pain is better from heart pressure and from heat, where it worsen during repose and drive the patient to despair, dash will generally cures. ഹാർട്ട് പ്രഷർ കൊണ്ട് ബെറ്റർ ആയിരിക്കും, ഈവൻ ഹീറ്റിനെ കൊണ്ട് ബെറ്റർ ആയിരിക്കും. വേഴ്സ് ഡ്യൂറിങ് റിപ്പോസ് ആൻഡ് ഡ്രൈവ് ദ പേഷ്യൻറ്റ് ടു ഡെസ്പെയർ, വിൽ ജനറലി ഡാഷ് മെഡിസിൻ വിൽ ജനറലി ക്യൂർ. യെസ്, കൊളസിന്താണ് മെഡിസിൻ. ഓക്കെ, മാക്ഫോസ് എന്ന കൺഫ്യൂഷൻ വേണ്ട, കൊളസിന്താണ്. ഫീമെയിൽ prolapse and indurated uterus from overreaching and overstraining. All. Yes. Female ഓറമെറ്റ് കൊടുത്തിട്ടില്ലാണ്. ഓവർ റീച്ചിങ്ങും ഓവർ സ്ട്രെയിനിങ്ങും പോഡോഫൈൽ ഉണ്ട്, റെക്സ്റ്റോക്സ് ഉണ്ട്, ഓറമെറ്റ് ഉണ്ട്. 3 മെഡിസിൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് സെൻസേഷൻ ആസ് എ heart stood still as though it ceased to beat and then suddenly gave one hard thump. Both ആണ് ആൻസർ വരുന്നത്. ഓറമെറ്റിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻസേഷൻ ആസിഡ്, അതായത് ഹാർഡ് തമ്പ്, ആ ഒരു വേർഡ് പറഞ്ഞിരിക്കുന്നത് സെപ്പിയിലുണ്ടോ ഓർണമെറ്റിലുണ്ടോ. ഓക്കെ, സെൻസേഷൻ ആസിഡ്, ഹാർട്ട് stood still as though it ceased to beat then suddenly gave one hard thump എന്ന് പറഞ്ഞിട്ടുള്ളത് സെപ്പിയും ഓറമെറ്റും ആണ്. ഓക്കെ, does not like to talk or to answer or to see friends or anybody.
നമ്മൾ 5 മെഡിസിൻസിൽ ഏതൊരെണ്ണം? ഓറമെറ്റ് ആണോ? അയഡോണോ ഡോക്ടർ? കൊളോസിൻ തന്നെ കേട്ടോ. കൊളോസിൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഡസ് നോട്ട് ലൈക്ക് ടു ടോക്ക്, ടു ആൻസർ, ടു സീ ഫ്രണ്ട്സ് ഓർ എനിബഡി. കൊളോസിൻ ഒരു ദേഷ്യപ്പെട്ടുള്ള ഒരാളാണല്ലോ, അങ്ങനെയാണല്ലോ അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതും കൂടെ അതിന്റെ കൂടെ ഓർത്ത് വെച്ചിരിക്കുക. Does not like to talk, to answer, to see friends or anybody. Okay, Colocynth. Affects lower lobe of the answer ആയിപ്പോയില്ല, ഇത് ഞാൻ ചെയ്തില്ല. Affect lower lobe of right lung, stitches through the back. ആൻസർ ഞാൻ ഓൾറെഡി കൊടുത്തു കേട്ടോ. കാലികാർബൺ ചെലിഡോണിയം മെർക്യൂറിയസ് ആണ്. അത് ലോവർ ലോബ് ഓഫ് റൈറ്റ് ലങ്ങും ത്രൂ ദ ബാക്കും. കാലികാർബൺ ചെലിഡോണിയം മെർക്യൂറിയസ് ആണ്. അടുത്ത സെപ്പറേഷൻ ഓഫ് ലങ് ആഫ്റ്റർ ഹാമറേജ് ഓഫ് ന്യൂമോണിയ. കാലികാർബൺ മെർക്യൂറിയസ്. ഓക്കെ, മെർക്യൂറിയസ് കൊടുത്തിട്ടുള്ളതാണിത്. സെപ്പറേഷൻ ഓഫ് ലങ് ആഫ്റ്റർ ഹാമറേജ് ഓഫ് ന്യൂമോണിയ. കാലികാർബൺ മെർക്യൂറിയസ് ഓർത്ത് വയ്ക്കുക. അഫെക്ഷൻസ് ഓഫ് ലോവർ ലോബ് ഓഫ് റൈറ്റ് ലങ്, സ്റ്റിച്ചസ് ത്രൂ ദ ബാക്ക്. കാലികാർബൺ ചെലിഡോണിയം മെർക്യൂറിയസ്. Heart goiter in dark-haired persons. Feel elation after eating. ആയിടാ. ആയിട്ടാണ് കമ്പാരിസൺ. ലൈറ്റ് ഹെയർഡ് ആണെങ്കിൽ ക്രോമിയം. ഈ രണ്ട് മെഡിസിൻസ് ഓർത്ത് വെക്കുക. ഡാർക്ക് ഹെയർഡ് പേഴ്സൺസ് ആണെങ്കിൽ ഗോയിറ്റർ അയഡും, ലൈറ്റ് ഹെയർഡ് ആണെങ്കിൽ ഹാർഡ് ഗോയിറ്റർ പറയുന്നുണ്ടെങ്കിൽ ബ്രോമിയാണ്. ഓക്കെ, അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ വോയിഡഡ് ഇസ് ലാർജർ ദാൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഡ്രങ്ക്. ഫ്രീക്വന്റ് urging to urinate. മെർക്കൂറിയസ്. യെസ്, മെർക്യൂറിയസിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലാണ്. നൊക്ടേണൽ എമിഷൻ സ്റ്റെയിൻ വിത്ത് ബ്ലഡ്. ഏതാണ് മെഡിസിൻ? നൊക്ടേണൽ എമിഷൻ സ്റ്റെയിൻഡ് വിത്ത് മെർക്യൂറിയസ് ഉണ്ട്. അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് മെഡിസിൻ ഏതാണ്? പലേഡിയം. ഗാന്ധാരി. ലഡോ സർസപ്പറിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടില്ല. ഇഫ് ഗിവൺ ഇൻ ലോവർ ഓർ വീക്ക് പൊട്ടൻസീസ്, ഹേസ്റ്റൻ റദർ ദാൻ സപ്പറേഷൻ. ഏതാ മെഡിസിൻ ഗിവൺ ഇൻ ലോവർ പൊട്ടൻസീസ്? മെർക്കൂറിയസ്. മെർക്യൂറിയസ് ആണ്. ഹാസ് എ വണ്ടർഫുൾ കൺട്രോൾ ഓവർ സെപ്പറേറ്റീവ് പ്രോസസ്, മെയിൻലി സോഫ്റ്റ് ടിഷ്യൂ, പെരിയോസ്റ്റിയം, ബോൺ. അത് മെച്ചുറിങ് ആബ്സസസ് വെൻ ഡിസൈഡ് ഓർ റെഡ്യൂസ്ഡ് എക്സസീവ് സെപ്പറേഷൻ. ഏതാണ്? സൈലീഷ്യ. യെസ്, സൈലീഷ്യാണ്. ഞാൻ കമ്പാരിസൺ കൊടുത്തതാണ്. ഓക്കെ, അതായത് ഒന്നും കൂടി ഞാൻ വായിക്കാം. ഹാസ് എ വണ്ടർഫുൾ കൺട്രോൾ ഓവർ സെപ്പറേറ്റീവ് പ്രോസസ്, മെയിനായിട്ട് സോഫ്റ്റ് ടിഷ്യൂ, പെരിയോസ്റ്റിയം, ബോണിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതായിരിക്കും. മെച്ചുറിങ് ആബ്സസസ് വെൻ ഡിസൈഡ് ഓർ റെഡ്യൂസിങ് എക്സസീവ് സെപ്പറേഷൻ, സൈലീഷ്യാണ്. ഇവിടെ നമ്മൾ മെർക്യൂറിയസ് പറഞ്ഞിട്ടുള്ളത് ലോവർ പൊട്ടൻസി ഉണ്ടല്ലോ, ഹേസ്റ്റൻ റാദർ സെപ്പറേഷൻ, ഹേസ്റ്റൻ ജയിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കമ്പാരിസൺ. ഇൻ ഡിസീസസ് വേർ സെപ്പറേഷൻ സീംസ് ഇൻഎവിറ്റബിൾ, ഡാഷ് മേ ഓപ്പൺ ദ ആബ്സസസ് ആൻഡ് ഹേസ്റ്റൻ ദ ക്യൂർ. ഫ്ലൂറിക് ആസിഡ് ആണ്. ഹെപ്പാസൾഫാണ്. യെസ്, ഹെപ്പാസൾഫാണ്. അതായത് ഓപ്പൺ ദ ആബ്സസസ് ഓർ ഹേസ്റ്റൻ ദ ക്യൂർ എന്ന് പറഞ്ഞാൽ ഹെപ്പാസൾഫാണ്. ഇത് മൂന്നും കമ്പാരിസൺ ഓർത്ത് വെക്കാം. പിന്നെ ഒരു കോളിക്കില് നക്സോമിക്കും കൊളോസിന്തും ഫെയിൽ ചെയ്താൽ ഏത് മെഡിസിൻ ആണ് കൊടുക്കുക? കോളിക്കില് യെസ്, ആഡ് ചെയ്യാൻ മറന്നു. കൊളിൻസോണിയാണ് കേട്ടോ അത്, കോക്കുലസ് അല്ല. ഇതിൽ പറയാൻ വിട്ടുപോയി, ഞാൻ ആഡ് ചെയ്തില്ല ഇതിൽ. പെട്ടെന്ന് കമ്പാരിസൺ കണ്ടതിനാണ് ഓർമ്മ വന്നത്. In diseases where separation seems inevitable, dash may open the abscesses and hasten the cure, HEPA-self. ഞാൻ ചോദിച്ച ചോദ്യം, അതായത് കോളോസിന്തിൽ നമ്മൾ കോളിക്ക് പഠിക്കുന്നുണ്ടല്ലോ, കോളോസിന്തും നക്സോമിക്കും കോളിക്കിൽ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മെഡിസിനാ കൊടുക്കുക എന്നുള്ളതാണ്. കൊളിൻസോണിയാണ്. ഓക്കെ, കഫ് 2 പെറോക്സിസം, 3 പെറോക്സിസം,
രണ്ടെണ്ണം ഉണ്ട്, കുപ്രമെറ്റസ് നാനോമെറ്റോൺ ഒന്നും അല്ലേ? രണ്ടെണ്ണം ഉണ്ട്. അത് ക്രൗൺ ടീത്തിന്റെ ക്രൗണിൽ ഡീക്കെ വരുന്നത് റൂട്ട് റിമെയിൻ സൗണ്ട്, ക്രൗൺ ഇൻടാക്ട് മെസീറിയം, റൂട്ട് ഡീക്കെ മെസീരിയൻ തൂജയാണ്. പൂജ. ഓക്കെ, റൂട്ട് ഡീക്കെ, റൂട്ട് ഏറ്റവും അടിയിലെത്തത് ഡീക്കെ ആവുന്നത് മെസീരിയൻ തൂജയാണ്. ക്രൗണ് ഡീക്കെ ആവുന്നത് മെർക്യൂറിയസ്. പിന്നെ സ്റ്റാഫിയിലൊക്കെ എൻ്റെ കമ്പാരിസൺ ഉണ്ട്, ഞാൻ സിഫ്ലിനത്തിന്റെ കൂടെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട് വേണമെങ്കിൽ അടുത്തല്ലേ ഞാൻ വന്നേക്കാം, തൂജ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. Suffer from hunger, must eat every few hours, anxious, worried if she doesn't eat. അയോഡിയം, അയഡം, അതിന്റെ കൂടെ വേറെ മെഡിസിൻസ് ഇല്ല. സിനിയുണ്ട്, സൾഫർ ഉണ്ട്, അയഡൻ ഉണ്ട്. ഓക്കെ, സഫർ ഫ്രം ആങ്കർ, മസ്റ്റ് ഈറ്റ് എവറി ഫ്യൂ അവേഴ്സ്, എല്ലാ മണിക്കൂറിലും തിന്നുകൊണ്ടിരിക്കണം. ആൻഷ്യസ് ആണ്, വറീഡ് ആണ് ഇഫ് ഡസൻറ്റ് ഈറ്റ്. ആൻസർ സിന, സൾഫർ, അയഡം. സിന, സൾഫർ, അയഡം. ഓക്കെ, dysentery, stool slimy, bloody with colic and fainting. Next, great tenesmus during and after, not ameliorated by stool, followed by chilliness and cannot finish sensation. The more the blood, better indicated. ഏതാണ്? അക്യൂറസ് ആണ് കേട്ടോ. കാരണം ഈ ഒരു മോർ ദ ബ്ലഡ് ബെറ്റർ ഇൻഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പെട്ടെന്ന് മെർക്യൂറിയസ് ഓർക്കും. നോട്ട് അമിലറേറ്റഡ് ബൈ സ്റ്റൂൾ, അത് ഓർത്ത് വെച്ചിരിക്കണേ. ടെനസ്മസ് ഉണ്ട് ബട്ട് നോട്ട് അമിലറേറ്റഡ് ബൈ സ്റ്റൂൾ ആണ്. ഫോളോഡ് ബൈ ചിൽനെസ്, കനോട്ട് ഫിനിഷ് സെൻസേഷൻ. ദ മോർ ദ ബ്ലഡ് ബെറ്റർ ഇൻഡിക്കേറ്റഡ്, മെർക്യൂറിയസ്. എയിൽമെന്റ്സ് വിച്ച് ആർ വേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം. പെട്രോളിയം, ഇതെല്ലാം ഉണ്ട്. എല്ലാ മെഡിസിൻസും കേട്ടോ. അതായത് എയിൽമെന്റ്സ് വിച്ച് ആർ വേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം. നൈട്രം കാർബനുണ്ട്, ഫോസ്ഫറസിനുണ്ട്, സൊറൈനത്തിനുണ്ട്, പെട്രോളിയത്തിനുണ്ട്. പെട്രോളിയത്തിന് മാത്രമല്ല കേട്ടോ. നൈട്രം കാർബൺ, ഫോസ്ഫറസ്, സൊറൈനം, പെട്രോളിയം. എലിമെന്റ്സ് വിച്ച് ആർ വേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം, നൈട്രം കാർബൺ, ഫോസ്ഫറസ്, സൊറൈനം, പെട്രോളിയം. Sensation as if heart was used together, as if grasped with an iron hand. ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ അയൺ ഹാൻഡ് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത്. ഇത് കാക്ടസ് ആണ്. Cactus heart feels clasped and unclasped rapidly by iron hand, as if bound, has no room to beat. Okay. Chlorosis in young girls with or without ulcerations of stomach. ഇത് ക്ലിയർ അല്ലേ? അതൊന്ന് പറയോ മാം? അതായത് സെൻസേഷൻ ആസ് ഇഫ് ഹാർട്ട് വാസ് കീസ്ഡ് ടുഗെദർ, ആസ് ഇഫ് ഗ്രാസ്പ്ഡ് വിത്ത് എൻ അയൺ ഹാൻഡ് എന്ന് പറയുന്നില്ലേ? അതിൽ 3 മെഡിസിൻസ്, കാക്ടസും അയഡും സൾഫറും ഉണ്ട്. പക്ഷെ കാക്ടസിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് ഹാർട്ട് ഫീൽസ് ക്ലാസ്പ്ഡ് ആൻഡ് അൺക്ലാസ്പ്ഡ് എന്നുള്ള വേർഡ് ഉണ്ടെന്നുള്ളൂ. അതിൽ ഞാൻ കാക്ടസിന്റെ കീനോട്ടിലെ സിംറ്റ് ഇതിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ. ഓക്കെ മാം. Chlorosis in young girls with or without ulcerations of stomach. നമ്മളൊരു 5 മെഡിസിനല്ലേ ഉള്ളൂ, അതിൽ ഗസ് ചെയ്ത് ഒരെണ്ണം. പെട്രോളിയം ആണ് കേട്ടോ. ക്ലോറോസിസ് മെർക്യൂറിയസ് ആയിരിക്കും ആരും ഗസ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ ആരും പറഞ്ഞില്ല. പെട്രോളിയം ആണ്. ക്ലോറോസിസ് ഇൻ യങ് ഗേൾസ് വിത്ത് ഓർ വിത്തൗട്ട് അൾസറേഷൻസ് ഓഫ് സ്റ്റൊമക്, പെട്രോളിയം. Ailment from sugar, insect stings, vapor of arsenic, copper, disease occurring in winter. Mercury ആണ്. Okay. Ailment from sugar, insect stings, vapor of arsenic or copper, disease occurring in winter, mercury. Sciatica, crampy, paining hip, as though screws in a vise and lies upon affected site. എന്താണ്? നഫാലിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രാക്കറ്റ് കൊടുത്താണ്.
റൈറ്റ് സൈഡ് അത്. toothache O, toothache, pulsating, tearing, lacerating, shooting into face or ears. അതായത് പല്ലുവേദന ഫേസിലേക്കും ഇയറിലേക്കും പോകും. aggravation damp weather ഈവനിങ്ങിൽ കൂടും. aggravation warmth of bed, aggravation cold or warm things, emulation from rubbing the cheek. മെർക്കുറീസ് മെർക്യൂറീസ് ആണ് കേട്ടോ. ചില സമയം ഈ 4 തന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ തന്നേക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഈ മൊഡാലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. എല്ലാത്തിനെയും ടൂത്തേക്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, മെർക്യൂറീസിന്റെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. aggravation damp, aggravation warmth, aggravation from cold or warm things എന്ന് പറഞ്ഞിട്ട് emulation rubbing the cheek. rubbing the cheek എല്ലാവർക്കും അറിയുന്നുണ്ടോ, ബാക്കിയുള്ളത് ചില സമയം കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഓർത്ത് വയ്ക്കുക, മെർക്യൂറീസ് ആണ്. extremely irritable, impatient, become angry or offended on being questioned, irritable, throw things out of hand. കോളോസിന്ത് കൊളസിന്ത് ആണോ ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കൊളസിന്ത്. എടുത്തെറിയും. ഇത്രയാണ് നമ്മളെ മെഡിസിൻസിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ്. ഞാൻ ബുക്കുകൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റഡോണിക് പ്യൂറയാണ്. ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നത് ക്രോണിക് ഡിസീസ് ആണ്. ഓക്കെ, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇത് ക്രോണിക് ഡിസീസ് ആണ്. 1828 2 എഡിഷൻസ് ഉണ്ട്. ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് 4 വോളിയം ആണ് ഉള്ളത്. ഫസ്റ്റ് എഡിഷൻ 4 വോളിയംസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 3 വോളിയം 1828ഉം 4ാമത്തെ വോളിയം 1830 ആണ്. ഫസ്റ്റ് എഡിഷൻസിൽ 22 മെഡിസിൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 17 ന്യൂ മെഡിസിൻസും 5 മെഡിക്കൽ പ്യൂറിൽ നിന്ന് എടുത്ത മെഡിസിൻസും ആണുള്ളത്. ആക്ച്വലി നിങ്ങളൊരു 47 മെഡിസിൻസ് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എമ്മോന് കണ്ടിട്ടില്ല. സെക്കൻഡ് എഡിഷൻസ് 5 വോളിയം, 1-2 എഡിഷൻ 1835ലാണ്. വോളിയം 3, 4, 5 1837, 1838, 1839. ഓക്കെ, അതായത് ക്രോണിക് ഡിസീസസ് 1828ലാണ് ഫസ്റ്റ് എഡിഷൻ പറഞ്ഞിട്ടുള്ളത്. 4 വോളിയംസ് ഉണ്ട്. ഫസ്റ്റ് എഡിഷന് 1828ലാണ് ആദ്യത്തെ 3 വോളിയം. 4ാമത്തെ വോളിയം 1830. പിന്നെ 22 റെമഡീസ് ആണ് ഫസ്റ്റ് എഡിഷനിലുള്ളത്. ടോട്ടൽ റെമഡീസ് ചോദിക്കുകയാണെങ്കിൽ 47 ആണ് പറയേണ്ടത്. സെക്കൻഡ് എഡിഷൻ 5 വോളിയം ഉണ്ട്. ഓക്കെ, പിന്നെ ക്രോണിക് ഡിസീസസ് ട്രാൻസ്ലേഷൻ, ക്രോണിക് ഡിസീസ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ലൂയിസ് എച്ച് ടഫേലാണ് ട്രാൻസ്ലേഷൻ. അനോട്ടേഷൻ ബൈ റിച്ചാർഡ് ഹ്യൂഗ്സ് ആണ്. ഇത് രണ്ടും ആലോചിച്ച് വയ്ക്കുക. പിന്നെ അത് പബ്ലിഷ് ചെയ്ത് പെമ്പട്ടൺ ഡെഡ്ലി എന്ന് പറയും. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണമെന്നില്ല. ട്രാൻസ്ലേഷൻ അനോട്ടേഷൻ ഓർത്ത് വെച്ചാൽ മതി. ട്രാൻസ്ലേഷൻ ചെയ്തത് ലൂയിസ് എച്ച് ടഫീലാണ്. അനോട്ടേഷൻ റിച്ചാർഡ് ഹ്യൂഗ്സ് ആണ്. ഓദർ ഹാനിമാൻ ആണ് കേട്ടോ. ഞാനോണ്ട് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഹാനിമാൻ്റെ ആണ് ക്രോണിക് ഡിസീസ്, എല്ലാവർക്കും അറിയണ്ടാവും. 2 എഡിഷൻസ് ഉള്ളത്. 1828 47 റെമഡീസ് ഉണ്ട് ടോട്ടൽ. ട്രാൻസ്ലേഷൻ ബൈ ലൂയിസ് എച്ച് ടഫീൽ ആൻഡ് അനോട്ടേഷൻ ബൈ റിച്ചാർഡ് ഹ്യൂഗ്സ്. ഇനിയുള്ളത് നമ്മൾ ഫാമിലി ഉണ്ട്, ഒന്ന് ഡിസ്കസ് ചെയ്യാം. കുക്കുർബിറ്റേഷ്യ ഫാമിലിയിൽ നമ്മളെ മെഡിസിൻ ഏതാണ്? കോളോസിന്തസ് ആണ്. അതർ മെഡിസിൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ബ്രയോണിയ ആൽബ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം. സെഫലാൻഡ്ര, കോളോസിന്ത്, പിന്നെ കുക്കുർബിറ്റ എന്ന് പറയുന്ന ഏത് മെഡിസിൻസ്. കുക്കുർബിറ്റ കുറച്ചുണ്ട്, പെപ്പോ ഉണ്ട്, മാക്സിം ഉണ്ട്, സിട്രുലസ് ഉണ്ട്, പിന്നെ ഇലാട്ടേറിയം, ലൂഫ, മൊമോർഡിക്ക, ട്രൈക്കോസാൻപസ്. ഓക്കെ, ഇത്രയും പേരുകൾ വരുന്നത് കുക്കുർബിറ്റേഷ്യ ഫാമിലിയാണ്. എല്ലാം ഞാൻ വായിച്ചു തരാം. പ്രധാനപ്പെട്ട പറഞ്ഞതാണ് ബ്രയോണിയ, സെഫ്ലാൻഡ്ര, കോളോസിന്ത്, പിന്നെ ട്രൈക്കോസാൻപസ്, ഇലാട്ടേറിയം, ലൂഫ, മൊമോഡിക്ക ആൻഡ് കുക്കുർബിറ്റ. ഓക്കെ, കൊറിയാറിയയിൽ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ബ്രയോണിയ, സെഫ്ലാൻഡ്ര, കോളോസിന്ത്, കൊറിയാറിയ, കുക്കുബിറ്റ, പെപ്പോ, കുക്കുബിറ്റ മാക്സിമ, കുക്കുബിറ്റ സിട്രുലസ്, ഇലാട്ടേറിയം, ലൂഫ അമര, ലൂഫ ബിന്ദാൽ,
ഓക്കെ, മൊമോർഡിക്ക, പിന്നെ ട്രൈക്കോസാന്തസ്. ഇത്രയും മെഡിസിൻസ് കുക്കുർബിറ്റേഷ്യ ഫാമിലിയിൽ ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ മിനറൽ കിങ്ഡം ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. മിനറൽ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഫാർമസിയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഓർഗാനിക് ഇൻഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല അതിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. കമ്പാരിസൺസ് കുറച്ച് കുറഞ്ഞു പോയി. നെക്സ്റ്റ് ടൈം ഞാൻ കൂട്ടാട്ടോ. ഞാൻ കരുതി 1 hour കഴിയില്ല എന്നാണ്, അതാണ് ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത്. കോളിക്കിന്റെ കുറച്ച് കമ്പാരിസൺസ് പറയാനുണ്ടായിരുന്നു. ഞാൻ എന്നാൽ നോട്ട്സിൽ ജസ്റ്റ് വായിക്കട്ടെ കോളിക്കിൻ്റെത്. ഞാൻ PPT പ്രിപ്പയർ ചെയ്തില്ല, അത് വായിക്കേണ്ട സെൻസ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ നിർത്തണോ? ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. റാൻഡായിട്ട് ചോദിക്കാം. ഓക്കെ. ആഫ്റ്റർ ലിത്തോട്ടോമി ഓവറോട്ടോമി കോളിക്ക് വരുന്ന മെഡിസിൻസ് ബിസ്മത്ത്, ഓർമ്മയുണ്ടാവും. ബിസ്മത്തും സ്റ്റാഫിയാണ്. പിന്നെ കോളിക്കിന്റെ കൂടെ ഓൾട്ടർനേറ്റ് വിത്ത് ഡെലീരിയം ഉള്ളത് ഏതാണ്? പ്ലംബമെറ്റ്. അതെ, പ്ലംബമെറ്റ് ആണ്. അതായത് ഡെലീരിയം കോളിക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് പ്ലംബമെറ്റ് ആണ്. പിന്നെ ഇൻഫൻസിന്റെ കോളിക്കാണ്. ഇൻഫൻസിന്റെ കോളിക്ക് ഡെയിലി 5 AM ഉള്ളത് ഏതാണ്? കാലിബ്രോം. സോറി, കാലിബ്രോം ആണ് കേട്ടോ 5 AM കോളിക്ക് വരുന്നത്. 4 AM ആണെങ്കിൽ ഓപ്ഷൻ തരൂ മാം. ഓപ്ഷൻസ് ആണോ? ഓക്കെ, ഓപ്ഷൻസ് മാക്ഫോസ്, പ്ലംബം, കൊളസിന്ത്, ലൈക്കോ. ലൈക്കോനുണ്ട്, കൊളസിന്തിനുണ്ട് കേട്ടോ. അതായത് 5 AM കാലിബ്രോം, 5 AM കാലിബ്രോം, 4 AM കൊളസിന്തൻ, ലൈക്കോ. ഓക്കെ, 4 AM കൊളസിന്തൻ, ലൈക്കോ, 5 AM കാലിബ്രോം. അങ്ങനെ ആലോചിച്ച് വെക്കാം. പിന്നെ കോളിക്ക് ഫ്രം കുക്കുംബർ ആൻഡ് സാലഡ്സ്. നമ്മള് അത് കൊളസിന്തിൽ കമ്പാരിസൺ പറയണ്ടേ കേട്ടോ, അതിനോട് വിട്ടുപോയത്. പിന്നെ മാക്ഫോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് എൻലറേഷൻ ബൈ ഹീറ്റ് വരുന്നത്. ബെൻഡിങ് ഡബിൾ ഉണ്ട് പേഷ്യന്റിന്. സിമിലർ സിംറ്റംസ് ലൈക്ക് കൊളോസിൻ തന്നെയാണ് മാക്ഫോസ് വരുന്നത്. പിന്നെ ഒരു സ്ട്രിങ്, സ്പൈനിലേക്ക് ഒരു സ്ട്രിങ് കെട്ടിയതുപോലെ ഒരു വേദന, വയലന്റ് ആയിട്ടുള്ള പ്ലംബമെറ്റ് നമ്മൾ 2 പറഞ്ഞിട്ടോ. പ്ലംബമെറ്റിന്റെ കോളിക്കിന് ഓൾട്ടർനേറ്റ് വിത്ത് ഡെലിരിയം ഉണ്ട്. നമ്മൾ സ്ട്രിങ് കെട്ടിയ പോലെയുള്ള ഭയങ്കര ഒരു വേദനയുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു കൊളോസിന്തും നെക്സോമിക്കും ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കോളിക്കിൽ നമ്മൾ കൊടുക്കണ മെഡിസിൻ പിന്നുള്ളൊരു ഇത് സാധാരണ എന്താ പറയാ, പെയിൻ അഗ്രിവേഷൻ ബൈ സ്ലൈറ്റസ്റ്റ് ടച്ച് ബട്ട് അനലറേഷൻ ബൈ ഹാർട്ട് പ്രഷർ. ചൈന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത് ഓർമ്മയുണ്ടോ? വേറെ 2 മെഡിസിൻസ് ഉണ്ട്. അല്ല, പെയിൻ അഗ്രിവേഷൻ ബൈ സ്ലൈറ്റസ്റ്റ് ടച്ച് ചൈനയുണ്ട്. കാപ്സിക്കം പ്ലംബാണ് കേട്ടോ കമ്പാരിസൺ പറയുന്നത്. പ്ലംബ് നമ്മൾ 3 പറഞ്ഞിട്ട്, ഒന്ന് സ്ട്രിങ്, ഒന്ന് ഡെലീരിയം, ദെൻ എമിലറേഷൻ ബൈ ഹാർട്ട് പ്രഷർ. ഓക്കെ, പിന്നെ പെയിൻ എമിലറേഷൻ ബൈ സ്റ്റാൻഡിങ് ഇറക്റ്റ് ഓർ ബെൻഡിങ് ബാക്ക്വേർഡ്. ഡയസ്കോറിയ. യെസ്, ഡയസ്കോറിയ ആണ് കേട്ടോ അത്.